നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഡിഫറെന്റ് ആയ ഒരു സൗത്ത് ഇന്ത്യൻ സ്വീറ്റ് ഐറ്റം ആണ്. ഇതിന്റെ പേരാണ് പൈനാപ്പിൾ റൈസ് കേസരി. യൂഷ്വലി നമ്മൾ കേസരി ഉണ്ടാക്കുന്ന റവ കൊണ്ടല്ലേ. ഇവിടെ ഈ റെസിപ്പിയെ വളരെ ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് റവയ്ക്ക് പകരം റൈസും ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൈനാപ്പിളും ആഡ് ചെയ്യുന്നത്. പൈനാപ്പിൾ റൈസ് കേസരിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ്, ഇത് ജീരകശാലയുടെ ചെറിയ സൈസുള്ള അരിയാണ്. ഇത് ഹാഫ് ഗ്ലാസ് വേവിച്ചെടുത്ത റൈസ്. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പൈനാപ്പിൾ. ഇത് 1/4 പൈനാപ്പിളിന്റെ ജ്യൂസ് ആണ്. പൈനാപ്പിൾ ചെറുതായിട്ട് നറുക്കിയത് 1 പിടി, പഞ്ചസാര 1.25 ഗ്ലാസ്, നെയ്യ് 5 ടേബിൾ സ്പൂൺ, പിന്നെ ബാദാം 1 പിടി ബാദാം ചെറുതായിട്ട് നറുക്കിയത്. ഇതിനെ നെയ്യിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് വേണ്ടത് ലെമൺ യെല്ലോ ഫുഡ് കളർ 1 പിഞ്ച് മതിയാവും. ആദ്യമായിട്ട് ഒരു കടായിലോട്ട് പൈനാപ്പിൾ ജ്യൂസും പൈനാപ്പിളിന്റെ കഷ്ണവും ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. പൈനാപ്പിൾ ജ്യൂസ് ഇപ്പൊ ബോയിൽ ആയിട്ടുണ്ട്. ഇനി കടായിലോട്ട് പഞ്ചസാര ഇടാം. പഞ്ചസാര ജ്യൂസിലോട്ട് നല്ലോണം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ജ്യൂസ് പിന്നെയും ബോയിൽ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം ലെമൺ യെല്ലോ ഫുഡ് കളർ ഇടാം. ഫുഡ് കളർ കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കളർ ഞാൻ ഒരു ചെറിയ ബൗളിൽ വെള്ളം എടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത്. ഡയറക്റ്റ് കടായിൽ ഇട്ടിട്ട് ഫുഡ് കളർ മിക്സ് ചെയ്താൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൗളിൽ വെച്ചിട്ട് മിക്സ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈസ് കടായിലോട്ട് ഇടാം. റൈസിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും ഒരിക്കൽ കൂടി ഈ ജ്യൂസ് ബോയിൽ ആവാനുണ്ട്. എന്നാലേ ഈ ജ്യൂസിലുള്ള പഞ്ചസാരയൊക്കെ റൈസിലോട്ട് നല്ലോണം പിടിക്കുള്ളൂ. ഇപ്പൊ പൈനാപ്പിൾ ജ്യൂസ് ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിക്കുന്നതിന്റെ 2 ഗുണമുണ്ട്. ഒന്ന്, ഈ ജ്യൂസ് ഇനിയും വേഗം വറ്റാൻ സഹായിക്കും. പിന്നെ വറ്റുന്ന നേരം കടായി അടി പിടിക്കാതിരിക്കാനും സഹായിക്കും. ഇപ്പോൾ റൈസ് കംപ്ലീറ്റ്ലി വറ്റിയിട്ടുണ്ട്. കടായിലോട്ട് ഇനി ഇടേണ്ടത് നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ച ബാദാം പീസസ് ആണ്. നമ്മുടെ പൈനാപ്പിൾ റൈസ് കേസരി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഈ സ്വീറ്റിനെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം.
റവ കൊണ്ട് മാത്രമല്ല റൈസ് കൊണ്ടും എങ്ങനെ കേസരി ഉണ്ടാക്കാന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഈ കേസരിക്കാണെങ്കിൽ ഫ്രൂട്ട്സ്, അതായത് ഇവിടെ യൂസ് ചെയ്ത പൈനാപ്പിളിന്റെ നല്ല ഫ്ലേവറും ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ പൈനാപ്പിൾ റൈസ് കേസരി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.